സൂറത്തുൽ ഇസ്രാ 42. ഈ ആയത്തിന്റെ തഫ്സീറിൽ രണ്ട് വീക്ഷണമാണ്. ഇതുവരെയുള്ള ആയത്തുകളെ സംബന്ധിച്ചൊന്നും അങ്ങനെ രണ്ട് വീക്ഷണം ഇല്ല. എല്ലാവരും ഒരേ തഫ്സീർ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെയൊന്നും തഫ്സീർ പറയാത്തത്. പക്ഷെ ഇവിടെ മുമ്പ് ഏതോ ഒരു മൗലവി പറഞ്ഞു അതിന്റെ അർത്ഥം അങ്ങനെയല്ല, മറിച്ച് ഇല കൂട്ടിയിട്ട് ഇബുത്തക പറഞ്ഞാൽ അടുക്കാനുള്ള മാർഗം തേടുക എന്നാ അതിനർത്ഥം. അപ്പോൾ അത് ആ അർത്ഥപ്രകാരം അള്ളാഹുവിലേക്ക് സാമീപ്യത്തെ അന്വേഷിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അതിനർത്ഥമുള്ളൂ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ അതിനെ അവിടെ വെച്ചിട്ട് വേണ്ടതുപോലെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് അത് ഗണ്ണിക്കപ്പെട്ടില്ല എന്നത് ഒരു സത്യമാണ്. അത് തഫ്സീറില്ലാത്തത് കൊണ്ടല്ല, അപ്പോൾ തൽക്കാലം കയ്യിലില്ലാത്തത് കൊണ്ടോ ധാരണയിലില്ലാത്തത് കൊണ്ടോ. അപ്പൊ നമ്മുടെ ആളുകൾക്ക് വരെ അങ്ങനെ ഒരു സംശയം, ആ ആയത്തിന് അങ്ങനെ ഉണ്ടോ അർത്ഥം? ലൗകാനമാഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഈ ആയത്തിന്റെ തഫ്സീർ ഖുർആൻ തഫ്സീർ ചെയ്യുന്ന ഇമാമുകളുടെ നേതാവായ റഈസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ പറയാം. ലത്വലബു, ഈ മറ്റ് ഇലാഹുകൾ തേടുമായിരുന്നു, മഅല്ലാഹി, അള്ളാഹുവിനോട്, മുനാസഅ, തർക്കവും, വഖിതാലൻ, യുദ്ധവും. അപ്പൊ അള്ളാഹുവിനോട് തർക്കിക്കാനും അള്ളാഹുവിനോട് സംഘട്ടനത്തിലേർപ്പെടാനും അവർ തയ്യാറാകും. കമാ തഫ്അലു മുലൂക്കുദ്ദുനിയ ബഅ്ദുഹും ബിബഅദ്, ദുനിയാവിലെ രാജാക്കന്മാർ പരസ്പരം അങ്ങനെയാണല്ലോ. ഒരു രാജാവിനെ കീഴടക്കാനും അവനെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി മറ്റ് രാജാക്കന്മാർ ശ്രമിക്കുന്നു, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേറെ രാജാക്കന്മാർ ശ്രമിക്കുന്നു. തുല്യാധികാരികളായ ഒന്നിലധികം ശക്തികൾ ഉണ്ടാവുമ്പോൾ അവർ പരസ്പരം മത്സരിക്കുകയും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെ നശിപ്പിക്കാനും പരാജയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്നത് പോലെ അള്ളാഹു അല്ലാതെ മറ്റിലാഹുകൾ ഉണ്ടാവുകയായിരുന്നു എങ്കിൽ ആ ഇലാഹുകളെല്ലാവരും കൂടി അള്ളാഹുവിനെ ഇല്ലായ്മ ചെയ്യാനും അവനെ പരാജയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും വേണ്ടി എതിർക്കാനും യുദ്ധം ചെയ്യാനും മുതിരുമായിരുന്നു എന്ന്. വഖാല സഈദ് ബിൻ ജുബൈർ, ഇനി താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ, അത് സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് താബിഈങ്ങളിലെ പ്രമുഖനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നു. അൽ മാന, ഈ ആയത്തിന്റെ അർത്ഥം, ഇദൻ, ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ ലത്വലബു, അവർ തേടുമായിരുന്നു, ത്വരീഖൻ ഇലൽ വുസൂലി ഇലൈഹി, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം അന്വേഷിക്കും. എന്തിന്? ലിയുസീലു മുൽക്കഹു, അള്ളാഹുവിന്റെ അധികാരവും രാജസ്ഥാനവും ഭരണവുമൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ശ്രമിക്കുമായിരുന്നു. കാരണം എന്തുകൊണ്ട്? ലിയന്നഹും ശുറക്കാഹു, അള്ളാഹു അല്ലാതെ മറ്റ് ഇലാഹുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പങ്കുകാരായിരിക്കണമല്ലോ അവര്. അപ്പൊ ഈ മറ്റേ പങ്കുകാരനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ ഇതേ അർത്ഥം തന്നെയാണ് സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അതേ അർത്ഥം, അത് തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അർത്ഥം. വഖാല ഖതാദ, താബിഈങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ താബിഈങ്ങളിൽപ്പെട്ട ഇമാം ഖതാദ പറയാണ്, അൽ മാന, ഈ ആയത്തിന്റെ ആശയം, ഇദൻ ലബ്തഗത്തുൽ ആലിഹത്തു അൽ ഖുർബത ഇലാ ദിൽ അർശി സബീല. ഈ അർത്ഥമാണിപ്പോ അന്ന് മൗലവി ഉന്നയിച്ച അർത്ഥം. ഖതാദ താബിഈങ്ങളിൽപ്പെട്ട ഇമാം ഖതാദ ആള് മോശമായിട്ടല്ല, പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ തഫ്സീറിനെയും അതുപോലെ തന്നെ സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു എന്ന താബി പറഞ്ഞ തഫ്സീറിനെയും ഗണ്ണിക്കാൻ താബിഈന്റെ തഫ്സീറിന് അങ്ങനെയൊരു തഫ്സീർ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ ആദ്യം പറഞ്ഞ തഫ്സീർ ശരിയല്ല എന്ന് പറയാൻ ഒരിക്കലും നിവൃത്തിയില്ല. കാരണം റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു തഫ്സീറിന് ആ തഫ്സീർ ശരിയല്ല എന്ന് പറഞ്ഞ് ഗണ്ണിക്കാൻ മറ്റ് അതിന്റെ താഴെ വരുന്നവർക്ക് നിവൃത്തിയില്ല. മറിച്ച് എന്ത് ചെയ്യാം, ഇങ്ങനെയും തഫ്സീർ ഉണ്ട് എന്ന് പറയാം. ആ തഫ്സീർ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയും ഒരു തഫ്സീർ ആയത്തിനുണ്ട് എന്ന് പറയാം. ആ അർത്ഥത്തിന് വേണമെങ്കിൽ വിരോധമില്ല. മറ്റൊരർത്ഥം ഖതാദ പറയുന്നത്, ലബ്തഗത്തിൽ ആലിഹത്തു, ഈ ഇലാഹുകളൊക്കെ തേടും, അൽ ഖുർബത ഇലാ ദിൽ അർശി, അർശിന്റെ ഉടമയാവുന്ന അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിന് വേണ്ടിയിട്ട് സബീലൻ, മാർഗം അന്വേഷിക്കും. അതായത് വൽതമസത്തി സുൽഫത്ത ഇൻദഹു,
അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സാമീപ്യം ലഭിക്കാനുള്ള മാർഗം അവർ അന്വേഷിക്കും. കാരണം എന്തുകൊണ്ട്? ലിയന്നഹും ദൂനഹു, ഇങ്ങനെയാണല്ലോ വിശ്വാസം. അർശിന്റെ ഉടമക്കാരൻ വലിയ ദൈവം, അതിന്റെ കീഴിലുള്ളവൻ അതിന്റെ താഴെയുള്ള ദൈവങ്ങൾ എന്നാണ്. അപ്പൊ താഴെയുള്ളവർ ഓരോരുത്തരും മത്സരിച്ച് മേലെയുള്ള ദൈവത്തിനോട് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള മാർഗം ശ്രമിക്കും. ഇത് പറഞ്ഞാല് ഈ പറഞ്ഞ ആശയം കിട്ടും. അതുകൊണ്ട് ആശയം പറയുന്നുണ്ട്. അതായത് വൽ ഖൗം മുഅ്തഖദു അന്നൽ അസ്നാമ തുഖർരിബുഹും ഇലല്ലാഹി സുൽഫാ. ഈ മുശ്രിക്കുകളായ ആളുകൾ വിശ്വസിച്ചിരുന്നു. ചിലർ, എന്താണ് എല്ലാവരും അല്ല, അവരിൽ ചിലർ വിശ്വസിച്ചിരുന്നു, യഥാർത്ഥത്തിൽ അവക്ക് ആരാധിക്കാൻ അർഹതയോ അവ സ്വയം നമ്മെ രക്ഷിക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ദൈവങ്ങൾ അവക്ക് ആരാധിച്ചാൽ തുഖർരിബുഹും ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് സാമീപ്യം അടുപ്പിച്ചു കൊടുക്കും, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ഇവർ അടുപ്പിച്ചു കൊടുക്കും എന്ന്. അങ്ങനെ വിശ്വസിക്കുന്ന ജനതയോട് ഫൈദ യതഖദു ഫിൽ അസ്നാമി, ഈ ബിംബങ്ങളെപ്പറ്റി അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നഹ, ഈ ബിംബങ്ങൾ തന്നെ മുഹ്താജത്തുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമാണ്. അവർ തന്നെ സ്വയം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മാർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം കാണിച്ചു തരുന്ന ജോലി അല്ലല്ലോ അവർക്കുണ്ടാവുക എന്നാണ് ആശയം എന്ന് ഇമാം ഖതാദ ഇങ്ങനെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തഫ്സീർ ഉണ്ട് എന്നത് ശരി തന്നെയാണെങ്കിലും ഇമാം റാസി, ഇത് ഖുർത്തുബിയാണ് ഉദ്ധരിച്ചത്, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ രണ്ട് തഫ്സീറുകൾ ഉണ്ടെങ്കിലും ആദ്യം പറഞ്ഞ തഫ്സീറാണ് എന്തുകൊണ്ടും പ്രാമാണികം. ഇമാം തിബരി പറയുന്ന ഈ രണ്ട് തഫ്സീറും ഉണ്ടെങ്കിലും ആദ്യം പറഞ്ഞ തഫ്സീറാണ് ഖുർആനുമായി കൂടുതൽ യോജിപ്പുള്ളത്. കാരണം ഖുർആൻ പറഞ്ഞ ഖുൽ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്താ, ഈ ഭൂമി ലോകത്തോ ആകാശലോകത്തോ ആയി അള്ളാഹു അല്ലാതെ മറ്റിലാഹുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ആകാശവും ഭൂമിയും എന്ന് വേണ്ട ഈ സൃഷ്ടികളെല്ലാം നശിച്ചില്ലാതെയായി പോകും എന്ന് പറയുന്ന അർത്ഥം ഈ ആയത്തുമായി ഇപ്പോൾ പറഞ്ഞ ലൗ കാന മാഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൽ ലബ്തഗൂ ഇലാ ദിൽ അർശി സബീല എന്ന ഈ ആയത്ത് ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലാ അലാ ബഅദുഹും അലാ ബഅദിൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ എന്ന അൽ മുഅ്മിനൂനിലെ 91ാമത്തെ ആയത്ത്. ഈ ആയത്തും ഒരേ ആശയത്തിനുള്ളതാണ്. ഈ ആശയം ഒത്തുകിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ, അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ആശയത്തിൽ വന്നെങ്കിലേ ഈ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞ ആയത്തുമായി ഈ ആയത്ത് തമ്മിൽ ബന്ധപ്പെട്ട് വരികയുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടായത്തുകളും ഒരേ ആശയത്തിന് വന്നതായതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ തഫ്സീർ സൂറത്ത് ഇസ്രായിൽ പറഞ്ഞ ആയത്തിനെ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെടുത്തി രണ്ടും ഒരേ ആശയത്തിനാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഖുർആൻ പരസ്പരം ചെയ്യുന്ന തഫ്സീറാണ് മറ്റേത് തഫ്സീറിനേക്കാളും പ്രധാനം. സഹാബിയുടെ തഫ്സീറാണ്, അതിന്റെ പുറമെ ഖുർആൻ പറയുന്ന തഫ്സീറാണ്. അതുകൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം പരസ്പരം ശത്രുത വെക്കുകയും യുദ്ധം ചെയ്യുകയും ഒരു വിഭാഗം മറ്റു വിഭാഗത്തിനെ നശിപ്പിക്കാനും പരാജയപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്യും എന്ന അർത്ഥമാണ് അവിടെ കൂടുതൽ പ്രസക്തം. മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ് ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലാ അലാ ബഅദുഹും അലാ ബഅദിൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. ഈ ആയത്ത് സൂറത്ത് മുഅ്മിനൂൻ, ഈ മുഅ്മിനൂനിലെ സൂറത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖബരി ഈ പറഞ്ഞ നിലക്ക് അതിനെ വേർതിരിച്ച് അർത്ഥം പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇനി ഒരുപാട് ആയത്തുകൾ, നൂറിലധികം ആയത്തുകൾ ഈ വിഷയമായി പരിശോധിച്ചപ്പം ഇതേ ആശയം കൊടുക്കുന്ന ആയത്തുകളുണ്ട്. ഇതൊന്നായിട്ട് ആവർത്തിച്ചോതി വിശദമായൊരു ചർച്ചയ്ക്ക് പോലെയല്ല നമുക്ക് ഉദ്ദേശം. മറിച്ച് ഖുർആൻ ഇലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഖുർആനിൽ ഇലാഹ് എന്ന് പ്രയോഗിച്ചാൽ ആ അർത്ഥത്തിന് ഉണ്ടാകൽ വാജിബായവനും ആദ്യവും അവസാനവുമില്ലാത്തവനുമായ സമ്പൂർണതയുടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും അപൂർണതയുടെ യാതൊരു ഗുണങ്ങളും ഇല്ലാത്തവനുമാവുക, ഇവൻ മാത്രമാണ് ഇബാദത്തിന് അർഹതപ്പെട്ടവൻ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ കലിമയായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നാണ് പറഞ്ഞത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടവൻ. അല്ലാതെ ഇലാഹ് എന്ന് പറഞ്ഞ ഭാഷയെ പറയുന്ന അർത്ഥത്തിന് നേരത്തെ പറഞ്ഞതുപോലെ കുല്ലു മുത്തഖിദ മഅബൂദൻ ഫഹുവ ഇലാഹുൻ ഇൻദൽ മുത്തഖിദി, ആരൊക്കെ ഏതൊക്കെ വസ്തുവിനെ ആരാധ്യ വസ്തുവായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ അടുക്കൽ അവർ തന്നെയാണ് ഇലാഹ് എന്ന് പറയുന്ന ഭാഷാർത്ഥം കൊടുത്താൽ ഈ തൗഹീദിന്റെ മായന അവിടെ പൂർത്തിയാവൂല.
ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ, ഇലാഹ് അഥവാ ഇബാദത്ത് ചെയ്യാൻ അർഹതപ്പെട്ടവൻ, നേരത്തെ പറഞ്ഞ ഗുണം ഒത്തവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വാക്ക് തൗഹീദിന്റെ വാക്ക് തന്നെ ആവണമെങ്കിൽ അപ്പൊ ഇലാഹ് ഒരുവനാ. ഇലാഹ് എന്ന അർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെയും ഉപയോഗിക്കാൻ പാടില്ല. അതേ രീതിയിൽ തന്നെ ഖുർആൻ നിർബന്ധമായി ഇബാദത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ പദവും അള്ളാഹുവിനെ മാത്രം ഉപയോഗിക്കേണ്ടതും അള്ളാഹു അല്ലാത്തവർക്ക് ആലങ്കാരികമായി പോലും ഇബാദത്ത് എന്ന വാക്ക് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ അനുവദിക്കുകയോ ചെയ്യാത്ത വാക്കുകളിൽപ്പെട്ട വാക്കാണ്. ആരാധ്യനായ എന്ന ഒരു പ്രയോഗം അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ചും പ്രയോഗിച്ചുകൂടാ. അത് യഥാർത്ഥ ആരാധന എന്ന അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. ആലങ്കാരികമായാണെങ്കിൽ പോലും ഖുർആനിന്റെയും ശരീഅത്തിന്റെയും കാഴ്ചപ്പാടനുസരിച്ച് ആ പ്രയോഗം തെറ്റാ. ഇബാദത്ത് അഥവാ ആരാധന എന്നൊരു പ്രയോഗം ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനെ പറ്റിയല്ലാതെ പറഞ്ഞുകൂടാ. അതിന് പല അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കണ്ട. അങ്ങനെ ഒന്നിലധികം അർത്ഥം വെച്ച് ആ അർത്ഥത്തിൽപ്പെട്ട ഒരു പ്രത്യേക അർത്ഥം മാത്രം അള്ളാഹുവിനും മറ്റുള്ള അർത്ഥങ്ങളൊക്കെ മറ്റുള്ളവർക്കും എന്ന് പറയുന്ന ഒന്നിലധികം ആശയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക് അല്ല യഥാർത്ഥത്തിൽ ഖുർആന്റെ ഭാഷയിലും ശരീഅത്തിന്റെ കാഴ്ചപ്പാടിലും ഇബാദത്ത്. ഇലാഹ് പോലെ തന്നെ ഇലാഹ് രണ്ടർത്ഥത്തിനില്ല. ഇലാഹ് എന്ന നാമം അതല്ലെങ്കിൽ ആ സ്ഥാനം അള്ളാഹു അല്ലാത്ത ആർക്ക് നൽകുമ്പോഴും ഇന്ന ശിർക ലദുൽമുൻ അദീം, ഒരു വസ്തുവിനെ ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ അബദ്ധമാണ് ആ ഇലാഹ് എന്ന് പറയുന്ന ഉലൂഹിയത്ത് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് അംഗീകരിച്ചു കൊടുക്കുക എന്നതുപോലെ തന്നെ ഇബാദത്ത് എന്നത് അല്ലാത്ത മറ്റൊരാൾക്ക് അർഹതയുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ അയാളെ ഇലാഹാക്കുന്നു. ആ ആരാധന ചെയ്യുമ്പോൾ അത് വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, ആരാധന ചെയ്യുമ്പോൾ അത് ശിർക്കിന്റെ പ്രവർത്തനമായി മാറുകയും ചെയ്യുന്നു. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നി നുഹീതു, തീർച്ചയായും എന്നോട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു, അൻ അഅ്ബുദ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിന്, അല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന്റെ കീഴിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ ഏതുണ്ടോ അങ്ങനെയുള്ള ഏത് വസ്തുവിനെയും ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വിരോധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഏറ്റവും വലിയ നേതാവായ, അന്നല്ല അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ തന്നെ നേതാവായ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ വിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുദ്ധിജീവികളാവുന്ന എല്ലാ വസ്തുക്കളോടും അള്ളാഹു അല്ലാത്ത വസ്തുവിന് ഇബാദത്ത് ചെയ്യുന്ന ദൂനില്ല എന്ന് പറഞ്ഞ രണ്ടർത്ഥത്തിന് ഖുർആൻ തന്നെ പലപ്പോഴും പ്രയോഗിച്ച് കാണാം. ഒന്നിന്റെ താഴെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ താഴെയുള്ള അതേ സ്ഥാനം കൊടുത്തുകൊണ്ട് അതിന്റെ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ ആവുമ്പോൾ അതിന് ദൂന് എന്ന് പറയും. അതിന്റെ പുറമെ ചെയ്യുന്നതിനും ദൂന് എന്ന് പറയും. അതിനെ കൂടാതെ ചെയ്യുന്നതിനും ദൂന് എന്ന് പറയും. ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ടർത്ഥം കൂടാതെ എന്ന അർത്ഥത്തിനും താഴെയുള്ള അർത്ഥത്തിനും ആണ് കൂടുതലും അതിനെ ഖുർആൻ ഉപയോഗിച്ച് കാണുന്നത്. അപ്പൊ അള്ളാഹു വലിയൊരു ദൈവമാണ്, അവനെ ആരാധിക്കാം, അതോടുകൂടി അവന്റെ കീഴിൽ വേറെ കുറെ ഇലാഹുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവക്ക് ആരാധിക്കുക. അങ്ങനെയുള്ള ആരാധന വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇബാദത്ത് എന്നത് അള്ളാഹു അല്ലാത്ത അവന്റെ കൂടെയുള്ളവരോ അവന്റെ കീഴിലുള്ളവരോ ആയ, കൂടെയുള്ളവരായ അവനെ പോലെ തന്നെ ഉലൂഹിയത്ത് തുല്യശക്തിയായി. അതേസമയത്ത് അവന്റെ ചോട്ടിലായാൽ ഇലാഹ് തന്നെയാണ്, പക്ഷേ അവൻ ആദ്യം പറഞ്ഞ അള്ളാഹുവിന്റെ അതേ പദവിയില്ല, ഇതിന്റെ തൊട്ട് താഴെയാണെന്ന് വരുള്ളൂ.